أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون أياما معدودات فمن كان منكم مريضا أو على سفر فعدة من أيام أخر وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമുർ റഹീമീനായ റബ്ബ് നമ്മെ എല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, പരിശുദ്ധ റമദാൻ മാസത്തിലാണ് നമ്മളുള്ളത്. ഏതാനും രാപ്പകലുകൾ നമ്മളുമായി ഇതിനകം വിട പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളിലെ കുറവുകൾ നികത്തി വരുന്ന രാപ്പകലുകൾ കൂടുതൽ ഫലപ്രദമായി വിനിയോഗിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ. നമുക്കറിയാം, പരിശുദ്ധ റമദാൻ കടന്നു വരുമ്പോൾ ആ റമദാനിനെ വിശേഷിപ്പിക്കാനായി നമ്മൾ പറയുന്ന ഒരു വാക്കാണ് പരിശുദ്ധ റമദാൻ ആത്മസംസ്കരണത്തിൻ്റെ മാസമാണ്, ആത്മവിശുദ്ധിയുടെ മാസമാണ്, ആത്മപരിശോധനയുടെ മാസമാണ്, വരുന്ന 11 മാസത്തേക്കുള്ള പരിശീലന കാലമാണ് എന്നൊക്കെ ഈ മാസത്തെക്കുറിച്ച് നമ്മൾ വാചാലമാകാറുണ്ട്. യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് എന്ന് പറയുന്നത് ഒരു പുതുമയുള്ള ഒരു കാര്യമല്ല. കാരണം ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ 25 കൊല്ലമായിട്ട് അല്ലെങ്കിൽ 30 കൊല്ലമായിട്ട് അല്ലെങ്കിൽ 40 കൊല്ലമായിട്ട് അല്ലെങ്കിൽ 50 കൊല്ലമായിട്ട് റമദാനിലെ 30 നോമ്പും അനുഷ്ഠിച്ചു വരുന്ന ആളുകളാണ്. അതുകൊണ്ട് നോമ്പ് നമുക്കൊരു പുതുമയല്ല. അങ്ങനെ 10-30 കൊല്ലം, 10-25 കൊല്ലം അല്ലെങ്കിൽ 10-40 കൊല്ലം ഈ 14 മണിക്കൂറോളം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ഒരു മാസം, ദീർഘമായ ഒരു മാസം വ്രതമനുഷ്ഠിച്ച് അതിനു പുറമെ അതുവരെയുള്ള കാലയളവിലും അപ്പോഴുമൊക്കെ നിരന്തരമായി ഫർള് നമസ്കാരങ്ങളടക്കം നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുകയാണ്, ഇക്കണ്ട കാലം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചിട്ട്, ഇക്കണ്ട കാലം മുഴുവൻ നമസ്കരിച്ചിട്ട് നമ്മൾ ആത്മസംസ്കരണം നേടിയോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ശരി ഉത്തരം നമ്മളങ്ങനെ നേടിയിട്ടില്ല എന്ന് തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ റമദാനിലൂടെ നമ്മൾ എന്താണ് നേടേണ്ടത്, അല്ലെങ്കിൽ ആത്മസംസ്കരണം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായാൽ മാത്രമാണ് ഈ റമദാനിലൂടെ ഇക്കണ്ട കാലം മുന്നോട്ട് പോയിട്ട് എന്ത് നേടി എന്ന് നമുക്ക് പരിശോധിക്കാനും മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. റമദാനിൻ്റെ 2 ആഴ്ച മുമ്പ് ഞാൻ നടത്തിയ ഒരു ഖുതുബയിൽ ആത്മസംസ്കരണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ആത്മസംസ്കരണം എന്ന് പറഞ്ഞാൽ റമദാൻ കൊണ്ട് നമ്മൾ ആത്മസംസ്കരണം നേടുമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അവകാശവാദം അതാണ്.
അല്ലെങ്കിൽ റമദാനിനെ കുറിച്ച് നമ്മൾ വാചാലമാകുന്നത് ഇത് പറഞ്ഞിട്ടാണ്. നമ്മൾ ശുദ്ധമാകും, നമ്മൾ ആത്മശുദ്ധി നേടിയ ആളുകളാകും, ആത്മസംസ്കരണം നേടിയ ആളുകളാകും എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ആത്മസംസ്കരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നാവുക എന്നാണ് അതിനർത്ഥം. നമ്മളെന്ന് പറയുന്ന വ്യക്തി നന്നാവുക, സ്വന്തത്തെ സംസ്കരിക്കുക, അതാണ് ആത്മസംസ്കരണം. സ്വന്തത്തെ സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നാവുക എന്നാണ് അതിൻ്റെ പച്ച മലയാളം. ഈ നമ്മൾ നന്നാവുക എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നന്നാവുക എന്ന് പറയുന്നതിന് ബാക്കിയുള്ള ജനസമൂഹങ്ങൾ നന്നാവുക എന്ന് പറയുന്ന അർത്ഥമല്ല ഉള്ളത്. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നന്നാവുക എന്ന് പറഞ്ഞാൽ അതിന് ചില ക്രൈറ്റീരിയയും ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആത്മസംസ്കരണം നേടുക, നന്നാവുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം മനസ്സ വാച കർമ്മണ അവൻ നന്നാവുക എന്നത് മാത്രമല്ല, മനസ്സ വാച കർമ്മണ അവൻ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് സമ്പൂർണമായി വിധേയമാവുക എന്നാണ് ഒരു മുസ്ലിം നന്നാവുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മുസ്ലിം നന്നാവുക എന്നത് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ റമദാനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, നമ്മൾ 5 വഖത്ത് കൃത്യമായി നമസ്കരിക്കുമ്പോൾ നമ്മൾ എന്തിന് പ്രാപ്തമായിരിക്കണം? അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് നമ്മൾ വിധേയമാകണം. ഇതാണ് അനുഷ്ഠാന കർമ്മങ്ങളിലൂടെ നമുക്ക് ലഭിക്കേണ്ട റിസൾട്ട്. നമ്മൾ പലതവണ അത് പറഞ്ഞു പോയിട്ടുള്ളതാണ്. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. 10-30 കൊല്ലം ഇങ്ങനെ നമ്മൾ കടന്നുപോയി. നീണ്ട ഒരു മാസം, ഒരു ദിവസമൊന്നുമല്ല, ഒരാഴ്ചയല്ല, ഏതാണ്ട് 4 ആഴ്ചയോളം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് കൃത്യമായ ഒരു കാലയളവിൽ നമ്മളിങ്ങനെ കടന്നുപോയി. അത് പല വർഷങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. അതിനു പുറമെയാണ് നമ്മളുടെ നമസ്കാരങ്ങളെല്ലാം. ഇതൊക്കെ ആയിട്ടും നമ്മൾ ഈ അർത്ഥത്തിൽ നന്നായിട്ടുണ്ടോ? നമ്മുടെ ദൈനംദിന ജീവിത വ്യവഹാരങ്ങളിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമാകാൻ നാം നിന്നുകൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ശരിയുത്തരവും അങ്ങനെ ആയിട്ടില്ല എന്ന് തന്നെയായിരിക്കും. നമ്മൾ മുസ്ലിം ജീവിതത്തിലേക്കൊന്ന് നോക്കിയാൽ എന്ന് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് നമസ്കരിക്കാത്ത, നോമ്പെടുക്കാത്ത ആളുകളെക്കുറിച്ചല്ല. കൃത്യമായി നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും പലപ്പോഴും റവാത്തിബ് സുന്നത്തുകൾ അടക്കം നിർവഹിക്കുകയും തറാവീഹ് ഒക്കെ തന്നെ നിർവഹിക്കുകയും ചെയ്യുന്ന, ജുമാ നമസ്കരിക്കുന്ന ഒരു കുറേ മുസ്ലിങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമസ്കരിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്ന കാര്യം ഇപ്പോൾ ബാധകമല്ല. അങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ഇതൊക്കെ കൃത്യമായി ചെയ്യുന്ന ആളുകൾ ഇസ്ലാം കാര്യത്തിലെ 3ാമത്തെ കാര്യം ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. അള്ളാഹുവിൻ്റെ ഈ തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമാകാനുള്ള സന്നദ്ധതക്കാണ് തഖ്വ എന്ന് പറയുന്നത്. അതിന് ഭക്തി എന്നൊന്നും അർത്ഥം പറഞ്ഞാൽ ശരിയാവില്ല. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമാകാനുള്ള സന്നദ്ധത, അതിനെക്കുറിച്ചുള്ള ബോധം, അതിനെയാണ് തഖ്വ എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സൂക്ഷ്മതാബോധം. അതിന് ഭക്തി എന്ന് ഭാഷാന്തരം ചെയ്താൽ ശരിയാവില്ല. ഭക്തിയല്ല തഖ്വ, സൂക്ഷ്മതയാണ്, ജീവിത സൂക്ഷ്മതയാണ്. നമ്മൾ പറയുന്നത് നോമ്പിലൂടെ അത് ലഭിക്കുമെന്നാണ്, നമസ്കാരത്തിലൂടെ അത് ലഭിക്കുമെന്നാണ്, ഹജ്ജിലൂടെ അത് ലഭിക്കുമെന്നാണ്. ഇത് ലഭിക്കുമെന്നാണ് നമ്മുടെ അവകാശവാദം. അതാണ് നമ്മൾ പറയുന്നത് ആത്മസംസ്കരണം നേടുമെന്ന്. ആ പറയുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്, വിധിവിലക്കുകൾക്ക് വിധേയമാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ അവകാശവാദം നമുക്കുണ്ടായിരിക്കെ തന്നെ നമ്മൾ കൃത്യമായി നോമ്പനുഷ്ഠിക്കുകയും കൃത്യമായി നമസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഇസ്ലാം കാര്യത്തിലെ 2ാമത്തെ കാര്യം ചെയ്യുമ്പോഴും ഇസ്ലാമിക കാര്യത്തിലെ 3ാമത്തെ കാര്യം ചെയ്യൂല. ഇസ്ലാം കാര്യത്തിലെ 4ാമത്തെ കാര്യം ചെയ്യും, ഇസ്ലാം കാര്യത്തിലെ 5ാമത്തെ കാര്യം ചെയ്യും. ഇതെങ്ങനെയാണ് ശരിയാവുക? ഇസ്ലാം കാര്യത്തിലെ 1ാമത്തെ കാര്യം ചെയ്യും, 2ാമത്തെ കാര്യം ചെയ്യും. ഇസ്ലാം കാര്യത്തിലെ 3ാമത്തെ കാര്യം ചെയ്യൂല, ഇസ്ലാം കാര്യത്തിലെ 4ാമത്തെ കാര്യം ചെയ്യും. ഇസ്ലാമിലെ 5ാം കാര്യം ചിലപ്പോൾ ചിലർ ചെയ്യൂല, ചിലർ ചെയ്യും. അപ്പം ഇതൊക്കെ അള്ളാൻ്റെ ഒരേ വിധിയാണ്. നിസ്കരിക്കണമെന്നുള്ള അള്ളാൻ്റെ വിധിയാണ്, നോമ്പെടുക്കണമെന്നുള്ള അള്ളാൻ്റെ വിധിയാണ്,
സക്കാത്ത് കൊടുക്കണമെന്നുള്ള അള്ളാന്റെ വിധിയാണ്. നമസ്കരിക്കണമെന്നുള്ളത് വിധിയാണ്. ഹജ്ജ് ചെയ്യണമെന്നുള്ളത് വിധിയാണ്. മദ്യപിക്കരുതെന്നുള്ള വിധിയാണ്, വിലക്കാണത്. അതൊരു വിധിയാണെങ്കിലും അതൊരു വിലക്കാണ്. വ്യഭിചാരത്തിൽ ഏർപ്പെടരുത് എന്നത് വിധിയാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളെ മാന്യമായി നോക്കണമെന്ന് പറയുന്നത് വിധിയാണ്. ഈ വിധികളെ വേർതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഈ വിധികളൊക്കെ ഒറ്റ കേന്ദ്രത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഈ വിധികളെല്ലാം ഒറ്റ കേന്ദ്രത്തിൽ നിന്നുള്ളതാണ്. ഇതിനാരാണ് നമ്മളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചത്? ആരാണ് ഇതിനെ വിവേചിക്കാൻ നമ്മെ പഠിപ്പിച്ചത്? അതിൻ്റെ കഥ വേറെയാണ്. അത് നമ്മളൊരു ഘട്ടത്തിൽ സൂചിപ്പിച്ചതാണ് അതിൻ്റെ ഒരു ഭാഗം. ഞാൻ പറയുന്നത്, ഈ നമസ്കാരവും ഈ നോമ്പുമെല്ലാം കൃത്യമായി എടുക്കുന്ന ആളുകൾ സക്കാത്ത് കൊടുക്കാൻ അർഹരായിട്ടും അവർ സക്കാത്ത് കൊടുക്കുന്നത് നമ്മൾ കാണുന്നില്ല. അതുപോലെ തന്നെ ഇതൊക്കെ കൃത്യമായി ചെയ്യുന്ന ആളുകൾ അവരുടെ കച്ചവടത്തിലും അവരുടെ ബിസിനസ്സിലുമൊക്കെ കൃത്രിമം കാണിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിസിനസ് വളരെ കൃത്യമായി ചെയ്യണമെന്ന് പഠിപ്പിച്ചതാണ്. അതിൽ നമ്മൾ കൃത്രിമം കാണിക്കുന്നു. ഈ നോമ്പ് പറഞ്ഞിട്ടുള്ള, ഈ നിസ്കാരം പറഞ്ഞിട്ടുള്ള അതേ കിതാബിലാണ് ഇതുള്ളത്. അല്ല, ഇത് വേറെ കിതാബിലല്ല, അതേ കിതാബിലാണ് ഇതുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സത്യസന്ധതയും വിശ്വസ്തതയുമില്ല. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഇതൊക്കെ ചെയ്യുന്ന ആളുകളുടെ, ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമസ്കരിക്കാത്ത, നോമ്പ് പിടിക്കാത്ത ആളുകളെ കുറിച്ചല്ല നമ്മൾ ഈ പറയുന്നത്. നമസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ സുപ്രധാനമായ സന്ദർഭത്തിൽ ചതിക്കാനും വഞ്ചിക്കാനും മടി കാണിക്കാതെ വരുന്നു. നിർണായകമായ ഘട്ടത്തിൽ ലാഭനഷ്ടങ്ങൾ നോക്കി വാക്കുകൾ മാറ്റി പറയാനും കരാറുകൾ ലംഘിക്കാനും മുസ്ലിം സമൂഹത്തിൽ ആളുകൾ തയ്യാറാവുന്നു. അവരുടെ വർത്തമാനങ്ങളിലും അവരുടെ ഇടപാടുകളിലും അവരുടെ ഇടപെടലുകളിലും ഒരു നീതി നമുക്ക് കാണാൻ കഴിയില്ല. പലപ്പോഴും നീതിയില്ല. ഒരു നീതിപൂർവമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് പറയാൻ, ഇതെല്ലാം ഒരുപോലെ എല്ലാവരിലും സമ്മേളിച്ചിട്ടുണ്ട് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇത് നമുക്കൊക്കെ അനുഭവമുള്ള കാര്യമാണ്. അല്ലാതെ ഞാൻ എവിടെന്നെങ്കിലും കെട്ടിറക്കി കൊണ്ടുവന്നല്ല, ഇത് നമുക്കൊക്കെ അനുഭവമുള്ളതാണ്. അതുപോലെ തന്നെ ഇതെല്ലാം കൃത്യമായിട്ട് നിർവഹിക്കുന്ന ആളുകൾ കല്യാണത്തിൻ്റെ കാര്യം വരുമ്പോൾ സ്ത്രീധനത്തിനു വേണ്ടി സംസാരിക്കുന്നു, സ്ത്രീധനത്തിനു വേണ്ടി വാദിക്കുന്നു, പലപ്പോഴും സ്ത്രീധനത്തെ ന്യായീകരിക്കാൻ വരെ ശ്രമിക്കുന്നു. ഇത് അല്ലാഹ് പറഞ്ഞതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ. മഹർ നൽകി നിങ്ങൾ വിവാഹം ചെയ്യണം. വാതുനിസാ സദുഖാത്തിഹിന്ന നിഹല. അള്ളാഹുവിൻ്റെ ആ ഒരു കൽപ്പനയെ അട്ടിമറിക്കുന്ന പരിപാടിയിൽ അവർ ഏർപ്പെടുന്നു. അപ്പോൾ അവർ നമസ്കരിക്കുന്നു, അപ്പോൾ അവർ നോമ്പെടുക്കുന്നു, അപ്പോൾ അവർ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അധികാര രംഗങ്ങളിലുള്ളവർ അഴിമതി നടത്തുന്നു. അവർ പലപ്പോഴും ഉംറക്ക് പോകുന്നുണ്ട്. അവരെല്ലാം നമ്മൾ അപ്പോഴൊക്കെ നമസ്കരിക്കുന്നുമുണ്ട്. അഴിമതി നടത്തുന്നു. ഇതൊക്കെ കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾ കൈക്കൂലി വാങ്ങുന്നത് ഈ ഉള്ളവൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഓഫീസുകളിൽ ഇരുന്ന് കൈക്കൂലി വാങ്ങുന്നത്, അതേസമയം നമസ്കരിക്കുകയും നോമ്പ് പിടിക്കുകയും ഒക്കെ ചെയ്യും കൃത്യമായിട്ട്. അതുപോലെ തന്നെ ഇതെല്ലാം കൃത്യമായി ചെയ്യുമ്പോഴും ധൂർത്തും ദുർവ്യയവും നടത്താൻ നമ്മുടെ സമുദായം ഒട്ടും പുറകിലല്ല. ധൂർത്തിനെയും ദുർവ്യയത്തെയും അല്ലാഹ് നിരോധിച്ചതാണ്. നിസ്കരിക്കണമെന്ന് പറഞ്ഞ അതേ കിതാബിലുള്ളതാണിത്. നോമ്പെടുക്കണമെന്ന് പറഞ്ഞ അതേ കിതാബിലുള്ളതാണ്. ഹജ്ജ് ചെയ്യണമെന്ന് പറഞ്ഞ അതേ കിതാബിലുള്ളതാണ്. വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. നിങ്ങൾ ദുർവ്യയം നടത്തരുത്, അത് പിശാചിന്റെ പണിയാണ്. ആ ദുർവ്യയം നടത്തുന്ന ആളുകൾ പിശാചിന്റെ സഹോദരന്മാരാണെന്ന വളരെ രൂക്ഷമായ ശൈലിയിലാണ് അല്ലാഹ് സംസാരിക്കുന്നത്. ദുർവ്യയം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ അല്ലാഹ് ഒരു കാരണവശാലും ഇഷ്ടപ്പെടില്ല എന്ന് പച്ചയായി അല്ലാഹു സംസാരിക്കുകയാണ്. വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്, ദുർവ്യയം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടില്ല. നോമ്പ് നിർബന്ധമാക്കിയ അതേ കിതാബിലുള്ളതാണ്, അതേ ഖുർആനിലുള്ളതാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴും ആളുകളുമായിട്ട് ഇടയേണ്ടി വരുമ്പോൾ തെറി പറയുന്നു. സ്വന്തം ഇണകളെ അടക്കം ആളുകളുമായിട്ട് തെറ്റുമ്പോൾ തെറി പറയാനുള്ള പ്രവണത ഇതൊക്കെ ചെയ്യുന്ന ആളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മാതാപിതാക്കളോടും ഇണകളോടും ഭാര്യമാരോടും പലപ്പോഴും മാന്യമായി പെരുമാറാൻ കഴിയാതെ വരുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഖുർആനിൽ വിലക്കിയിട്ടുള്ളതാണ്, വിധിച്ചിട്ടുള്ളതാണ്. ഖുർആനിന് പുറത്തൊരു കാര്യം ഞാൻ ഇതിനകത്ത് പറയുന്നില്ല, ഖുർആനിൽ വിധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നിസാര പ്രശ്നങ്ങളുടെ പേരിൽ ആളുകളുമായി വർഷങ്ങളോളം മിണ്ടാതിരിക്കുന്നു.
അപ്പോഴും അവർ നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ഹജ്ജും ചെയ്യുന്നു, ഒന്നിലേറെ ഉംറകൾ ചെയ്യുന്നു. അതുപോലെ തന്നെ പാപകരമെന്ന് നമ്മൾ വിചാരിക്കുന്ന, കഴിഞ്ഞ 1-2 ഖുതുബയിൽ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി സൂചിപ്പിച്ചു പോയതാണ്, അഹങ്കാരം, അസൂയ, പക, പ്രകടനാത്മകത, ഇത്തരം സിൻഫുൾ ഇമോഷൻസ് അഥവാ മലിന വികാരങ്ങൾ, അപകടകരമായ പാപവികാരങ്ങൾ, നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ അത് നാം പേറിക്കൊണ്ട് നടക്കുന്നു. അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം അത് പ്രകടിപ്പിക്കാൻ നമ്മൾ സന്നദ്ധമാവുകയും ചെയ്യുന്നു. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ഒരു വീട് പണിക്ക് മുതിരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കന്നിമൂലയുടെയും സ്ഥാനം നോക്കലിൻ്റെയും പുറകിൽ അവർ സഞ്ചരിക്കുന്നു. ഒരേ സമയം ഇതൊക്കെ ചെയ്യുകയും അതേസമയം അതിനു മുതിരുകയും ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ഒട്ടനവധി നെറികേടുകൾ ഈ അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ, ഏതുപോലെ എന്ന് ചോദിച്ചാൽ, അഫതുമിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്, വേദഗ്രന്ഥത്തിലെ ഒന്ന് നിങ്ങൾ അംഗീകരിക്കുകയും വേദഗ്രന്ഥത്തിലെ മറ്റു ചിലതിനെ നിങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അങ്ങനെയുള്ളവരാകുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന സ്വഭാവത്തിലുള്ളതാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ. വേദഗ്രന്ഥത്തിലെ ആരാധനകൾ എന്ന് പറയുന്നതിനെ നമ്മൾ സ്വീകരിക്കുന്നു, അതേ വേദഗ്രന്ഥത്തിലെ തന്നെ വിലക്കുകളെ നിരാകരിക്കാൻ നമുക്ക് കഴിയുന്നുമില്ല. അഫതുമിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്, അള്ളാഹുവിൻ്റെ വേദത്തിലെ ചിലതിനെ സ്വീകരിക്കുകയും ചിലതിനെ നിരാകരിക്കുകയും ചെയ്യുന്നു. ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്, ഇതല്ലേ നമ്മൾ നോമ്പെടുത്തിട്ടും ചെയ്യുന്നത്. ഈ 30 ദിവസം ഒരു പക്ഷേ നമ്മൾ സൂക്ഷ്മത പാലിച്ചെന്നിരിക്കും, ഈ 30 ദിവസം. പക്ഷേ 31-ാമത്തെ ദിവസം നമ്മൾ ശഅബാനിന്റെ സ്റ്റാറ്റസ് കോയിലേക്ക് നമ്മൾ തിരിച്ചു നടക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഗൗരവമായി ആത്മപരിശോധനയുടെ നാളുകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഈ നാളിൽ നമ്മൾ ഓരോരുത്തരും ഗൗരവമായി ആത്മപരിശോധന നടത്തേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഉദ്ധരിക്കാറുള്ള ഓ മിനന്നാസി മൻ യഅബ്ദുല്ലാഹ അലാ ഹർഫിൻ വഇൻ നസാബഹു ഖൈറുൻ ഇത്മാഅന്ന ബിഹി വഇൻ നസാബതുഹു ഫിത്നത്തുൻ ഇൻകലബ അലാ വജ്ഹിഹി ഖസിറ ദുനിയ വൽ ആഖിറ ദാലിക ഹുവ ഖുസ്റാനുൽ മുബീൻ. അവർ അല്ലാഹുവിൻ്റെ വിധികൾക്ക് വിധേയമാകേണ്ടി വരുമ്പോൾ അവർ ചെയ്യുന്ന പണി എന്താണെന്ന് ചോദിച്ചാൽ അവർ ഒരു വക്കിൽ നിന്നായിരിക്കും അതിനെ സമീപിക്കുക. ലാഭമാണെന്ന് കണ്ടാൽ അവരത് സ്വീകരിക്കും, നഷ്ടമാണെന്ന് കണ്ടാൽ ആ വിധികൾക്ക് നേരെ പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്യും. ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്, ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ വെച്ച് അള്ളാഹുവിന് നമ്മളോട് പറയേണ്ടി വരികയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, സത്യവിശ്വാസികളെ നിങ്ങൾ ദീനിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കണം. നിങ്ങൾ ഈ ഓരത്തും പക്കത്തൊന്നും നിൽക്കരുത്, നിങ്ങൾ ദീനിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കണം എന്ന് പറയേണ്ടി വരുന്ന അവസ്ഥ ഇന്ന് നമ്മുടെ കാര്യത്തിലുണ്ട്. ഇന്നൊരു വഹി ഇറങ്ങുമായിരുന്നുവെങ്കിൽ ഇന്ന് ആവർത്തിച്ചിറങ്ങുന്ന ഒരു വഹിയായിരിക്കും ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ദീനിലേക്ക് നിങ്ങൾ പൂർണ്ണമായി പ്രവേശിക്കൂ. നിങ്ങൾ അള്ളാഹുവിൻ്റെ വിധികളിൽ ചിലത് സ്വീകരിക്കുകയും ചിലത് നിരാകരിക്കുകയും ചെയ്യുന്ന പ്രവണത നിങ്ങൾ നിർത്തൂ. ഇത് കഴിഞ്ഞുപോയ ചിലരുടെ സ്വഭാവ പ്രകൃതമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഓൾറെഡി പറഞ്ഞു വച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ പറയുന്നത്, ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. ഈ സംഗതികളൊക്കെ യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതാണ് എന്ന് നമ്മളാരും വിചാരിക്കേണ്ടതില്ല. ഇതൊന്നും യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതല്ല, ഇതൊക്കെ നമ്മൾ ബോധപൂർവം ചെയ്യുന്നതാണ്. കൈക്കൂലി വാങ്ങുന്നത് യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതാണോ? എവിടെയെങ്കിലും വീണുപോയത് എടുത്തതല്ലല്ലോ യാദൃച്ഛികമായിട്ട് സംഭവിച്ചു എന്ന് പറയാൻ. അതുപോലെ തന്നെ മാതാപിതാക്കളോട് മാന്യമായി പെരുമാറാത്ത, സ്വന്തം സഹോദരി സഹോദരന്മാരോട് മാന്യമായി പെരുമാറാത്ത, അവരുമായി വർഷങ്ങളായിട്ട് മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയുന്നത് യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതാണോ? അല്ലല്ലോ. അഴിമതി യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതാണോ? ഒരിക്കലും അല്ല. അതുപോലെ തന്നെയുള്ള ഈ എണ്ണിപ്പറഞ്ഞ ഇത്തരം നെറികേടുകൾ യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല എന്ന് മാത്രമല്ല, അത് ബോധപൂർവം സംഭവിക്കുന്നതാണ് എന്നു മാത്രമല്ല, അതിനകത്ത് നമുക്കൊരു കുറ്റബോധവും ഇല്ല എന്നതാണ് വസ്തുത. ഈ കർമ്മങ്ങളൊക്കെ നിർവഹിച്ചിട്ടും എന്തുകൊണ്ടാണ് നമുക്കിത് സംഭവിക്കുന്നത്? പരിപൂർണ സുരക്ഷിതനായി തിന്മകളിൽ നിന്ന് 100% സുരക്ഷിതമായ ഒരവസ്ഥയെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. അള്ളാഹു തന്നെ അവൻ്റെ വേദഭാഗത്ത് പറഞ്ഞു വെച്ചത് ഫത്തഖുല്ലാഹ മസ്തതഅ്തും, നിങ്ങൾ പരമാവധി തഖ്വ പാലിക്കണം, സൂക്ഷ്മത പാലിക്കണം എന്നാണ്. പക്ഷേ നമ്മൾക്ക് ആ പരമാവധി ഇല്ല. നമ്മുടെ സൗകര്യം പോലെയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്, നമ്മുടെ സൗകര്യം പോലെയാണ്.
ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും ആരാധനകളുടെ കാര്യത്തിൽ നമ്മൾ വളരെ മൈക്രോസ്കോപ്പിക് അപ്രോച്ച്മെന്റ് ആണ് നടത്തുന്നത്, വളരെ സൂക്ഷ്മമായ സമീപനമാണ് നടത്തുന്നത്. അവിടെ ഒരു വിട്ടുവീഴ്ചക്കും നമ്മൾ സന്നദ്ധമല്ല, ഒരു വിട്ടുവീഴ്ചക്കും സന്നദ്ധമല്ല. അതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ നമുക്ക് 2-3 ബാങ്കൊക്കെ മഗ്‌രിബിന് കേൾക്കേണ്ടി വരുന്നതും 2-3 ടൈപ്പ് നോമ്പുറക്കൊക്കെ ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ടാണല്ലോ. 1 മിനിറ്റോ 2 മിനിറ്റോ വിട്ടുവീഴ്ചക്ക് ആരും സന്നദ്ധമല്ല. പ്രവാചകൻ ഇതുപോലെ ക്ലോക്കിൽ നോക്കിയിട്ടാണോ നോമ്പ് തുറന്നെന്ന് ചോദിച്ചാൽ അതിനൊട്ട് ഉത്തരവുമില്ല. പ്രവാചകനെ ക്ലോക്കിൽ നോക്കിയിട്ടല്ലല്ലോ ഇത് ചെയ്തത്. അതിൻ്റെയൊക്കെ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാധനകളുടെ കാര്യത്തിൽ ഒരുപാട് വിട്ടുവീഴ്ചകളുണ്ട്. പക്ഷെ നമ്മൾ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാത്തത് അവിടെയാണ്. ഇതിന്റെ വൈരുദ്ധ്യം അതാണ്. നിങ്ങൾ ഇമാം അബൂ ഹനീഫ എടുത്തു നോക്കൂ. അദ്ദേഹത്തിന്റെ നമസ്കാര രൂപങ്ങളിൽ മൗമൂം ഫാത്തിഹ ഓതുകയേ വേണ്ട, പുറകിൽ കേട്ട് നിന്നാ മതി. ഇമാം ഷാഫിയുടെ ചിന്താധാര എടുത്ത് നോക്കിയാൽ നമസ്കാരത്തിൽ ഒരാൾ ഫാത്തിഹ ഓതിയില്ല എങ്കിൽ അയാളുടെ നമസ്കാരം തന്നെ പോയി. ഇത്രയും വിട്ടുവീഴ്ചക്കിടമുള്ള കർമ്മശാസ്ത്ര മണ്ഡലങ്ങളിലാണ് നമ്മൾ ഒരു വിട്ടുവീഴ്ചക്കും സന്നദ്ധമാകാതെ നിലകൊള്ളുന്നത്. ഒരു ഖുനൂത്തിന്റെ കാര്യത്തിലോ ഒരു കൂട്ടുപ്രാർത്ഥനയുടെ കാര്യത്തിലോ അതല്ലെങ്കിൽ കൈകെട്ടുന്ന കാര്യത്തിലോ ഒന്നും നമ്മൾ വിട്ടുവീഴ്ചക്ക് സന്നദ്ധമല്ല, ഒരു വിട്ടുവീഴ്ചക്കും സന്നദ്ധമല്ല. എന്ന വിട്ടുവീഴ്ചക്ക് അല്പം പോലും അല്ല സമ്മതിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ എണ്ണി പറഞ്ഞത്. അവിടെയൊക്കെ നമുക്ക് ആകെ വിട്ടുവീഴ്ചയാണ്, മൊത്തം വിട്ടുവീഴ്ചയാണ്. അവിടെയൊക്കെ വിട്ടുവീഴ്ച ഒരിക്കലും സമ്മതിക്കാത്ത കാര്യങ്ങളാണിത്. സാമ്പത്തിക കൃത്രിമം നടത്തരുത്. ആ ഒരു വിട്ടുവീഴ്ചക്കും ഇടമില്ലാത്ത നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള അള്ളാഹുവിന്റെ വിജ്ഞാപനത്തിനിടയിൽ അള്ള വെച്ചു കൊടുത്തതാണ് എന്ത്? ലാ തൗക്കുലു അംബാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. നിങ്ങളുടെ ധനം അന്യായമായി തിന്നരുത്, മറ്റുള്ളവരുടേത്. ഒരു വിട്ടുവീഴ്ചയും അവിടെ ഇല്ല, ഒരു വിട്ടുവീഴ്ചയുമില്ല. എന്നാൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ എന്തെല്ലാം വിട്ടുവീഴ്ചകളാണ് മദ്ഹബുകളുടെ കാര്യത്തിലുള്ളത്. അപ്പം അത് ഗൗരവമായി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇസ്ലാം ഇതെല്ലാം നമുക്ക് നിശ്ചയിച്ചു തന്നത് ജീവിതത്തെ നേരെ ചൊവ്വേ കൊണ്ടുപോകാനാണ്. അല്ലാതെ ആരാധനകൾ കൃത്യമായി നിർവഹിച്ചിട്ട് ആരാധനേതര ജീവിതം തോന്നിയ പോലെ കൊണ്ടുപോകാനല്ല. ആരാധനേതര ജീവിതം നേരെ ചൊവ്വെ ചിട്ടപ്പെടുത്തി കൊണ്ടുപോകാൻ ആരാധനകൾ നമുക്ക് കരുത്തും പ്രാപ്തിയും നൽകണം. നോമ്പത് നമുക്ക് നൽകുന്നില്ല എങ്കിൽ നമ്മൾ പിടിച്ച നോമ്പ് പാഴ്വേലയായി എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത്, നോമ്പ് പിടിച്ച് വില്ല് പോലെ നമ്മൾ വളഞ്ഞാലും നമസ്കരിച്ച് വില്ല് പോലെ നമ്മൾ വളഞ്ഞാലും നോമ്പ് പിടിച്ച് അമ്പ് പോലെ നമ്മൾ മെലിഞ്ഞാലും ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഈ ആരാധനാ കർമ്മങ്ങൾ നാളെ ആത്മാവില്ലാത്ത വെറും അഭ്യാസങ്ങളായി മാറും എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. കാരണം നമ്മൾ എടുക്കുന്ന ആരാധനകൾ ചില്ലറയല്ല. നോമ്പ് നീണ്ട 30 ദിവസം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു അതിമഹത്തായ ഒരു കർമ്മമാണ്. ഒരു ദിവസത്തിൽ നിർണായകമായ സമയങ്ങളിൽ നമ്മൾ 5 വഖത്ത് നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരു മതവേദത്തിന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല. കാരണം അവർക്ക് അങ്ങനെ ലോകത്ത് ഇങ്ങനെയുള്ള എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു ആരാധന ഒരു ജനസമുദായത്തിനുമില്ല. അത് നമ്മൾ ചെയ്യുന്നു എന്തിന്? പ്രതിഫലം കിട്ടാനല്ല, ജീവിതത്തിൽ പ്രതിഫലനം ഉണ്ടാകാനാണ്. ജീവിതത്തിൽ പ്രതിഫലനം ഉണ്ടാകാൻ. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇത് സംഭവിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ ഗതികേട് വരാനുള്ള പ്രധാന കാരണം, ഒന്നാമത്തേത്, നമ്മൾ ആരാധനാ കർമ്മങ്ങളെ പാരമ്പര്യമായിട്ടാണ് സമീപിക്കുന്നത്. ആരാധനാ കർമ്മങ്ങളെ സമീപിക്കുന്നത്. ആരാധനാ കർമ്മങ്ങളെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ളത് അത് പ്രതിഫലം എന്നതാണ്. നമസ്കരിച്ച് പ്രതിഫലം, നോമ്പ് പിടിച്ച് പ്രതിഫലം, ഹജ്ജ് ചെയ്ത് പ്രതിഫലം എന്നാണ്. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ അനുഷ്ഠാന കർമ്മങ്ങളെ നോക്കിക്കാണുന്നത് മുഴുവൻ കർമ്മശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിലൂടെയാണ്. ഫിഖ്ഹിന്റെ കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ അനുഷ്ഠാന കർമ്മങ്ങളെ നോക്കിക്കാണുന്നത്. അത് നമ്മുടെ തകരാറല്ല, നമ്മളെ അങ്ങനെ പഠിപ്പിച്ചത് അങ്ങനെയാണ്, കർമ്മശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ. ഒരു ഖുർആനിക് പെർസ്പെക്റ്റീവിലൂടെ, ഖുർആന്റെ കാഴ്ചപ്പാടിലൂടെ നമ്മൾ ആരാധനാ കർമ്മങ്ങളെ നമ്മൾ നോക്കിക്കണ്ടിട്ടില്ല. ഇനിയെങ്കിലും നമ്മൾ അതിന് സന്നദ്ധമാകണം. കർമ്മശാസ്ത്രത്തിന്റെ കണ്ണിലൂടെയുള്ള നോക്കിക്കാണലും വിശുദ്ധ പ്രമാണരേഖയായ വിശ്വാസിയുടെ അടിസ്ഥാന പ്രമാണരേഖയായ വിശുദ്ധ ഖുർആനിലൂടെ ആരാധനാ കർമ്മങ്ങളെ നോക്കിക്കാണുന്നതും രണ്ടും രണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
നിങ്ങൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളായ എല്ലാ ഗ്രന്ഥങ്ങളും എടുത്തു വെച്ച് നോക്കൂ. അതിലെല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്നാണ്. നമ്മുടെ ദർസുകളിലൊക്കെ വ്യാപകമായി പഠിപ്പിക്കുന്ന ഫത്ഹുൽ മുഈൻ, ഉംദ, തുഹ്ഫ പോലുള്ള കിതാബുകൾ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. നമസ്കാരത്തിന്റെ ബാബ് എടുത്തു നോക്കിയാൽ അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുക, നമസ്കാരം സാധുവാകാൻ, വാലിഡാകാൻ, കർമ്മപരമായി വാലിഡാകാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നത് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്കൊന്ന് എടുത്തു പരിശോധിക്കാവുന്നതാണ്. ഈ നമസ്കാരം കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേടും എന്നതിനെ കുറിച്ച് ഒരക്ഷരം അവിടെ എവിടെയും പറയുന്നത് കാണാൻ നമുക്ക് കഴിയില്ല. നമ്മൾ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നല്ലൊരു ശതമാനവുമാകട്ടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ്. നോമ്പിന്റെ അധ്യായം നിങ്ങൾ എടുത്തു നോക്കിയാൽ നോമ്പിന്റെ നിർബന്ധമായ ഷർത്തുകൾ എന്തൊക്കെയാണ്, നോമ്പ് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്, നോമ്പ് നഷ്ടപ്പെട്ട എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള വിവരങ്ങൾ നൽകുന്നു എന്നല്ലാതെ എന്തിന് നോമ്പ് പിടിക്കണം എന്ന് നമ്മെ ആ ഗ്രന്ഥങ്ങളിൽ എവിടെയും നമ്മളോട് പറയുന്നില്ല. ഞാൻ വളരെ ആധികാരികമായിട്ട് തന്നെയാണ് ഇത് പറയുന്നത്. ആ ഗ്രന്ഥങ്ങളിൽ എവിടെയും നിങ്ങൾ എന്തിന് നോമ്പ് പിടിക്കണം എന്ന് പറയുന്നില്ല, നിങ്ങൾ എങ്ങനെ നോമ്പ് പിടിക്കണം എന്നേ പറയുന്നുള്ളൂ. അതാണ് വ്യത്യാസം. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ, കർമ്മശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിലൂടെ ആരാധനകളെ സമീപിച്ചാൽ ആ കർമ്മം ശരിയായി നിർവഹിക്കാൻ നമുക്കൊരു പക്ഷേ പറ്റും, പക്ഷേ ആത്മാവുണ്ടാവില്ല. കർമ്മശാസ്ത്രം നോക്കേണ്ടതില്ല എന്ന അർത്ഥത്തിലൊന്നുമല്ല ഞാനിത് പറയുന്നത്. കർമ്മശാസ്ത്രം ഉണ്ടെങ്കിലാണ് കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ വിശുദ്ധ ഖുർആനാണ് നമ്മുടെ അടിയാധാരം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ പ്രമാണരേഖ. നിങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കൂ. വിശുദ്ധ ഖുർആനിൽ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്നില്ല. വിശുദ്ധ ഖുർആനിലുള്ളത് എന്തിനാണ് നമസ്കരിക്കേണ്ടത് എന്നാണുള്ളത്. വിശുദ്ധ ഖുർആനിൽ ആരാധനാ കർമ്മങ്ങളോട് ചേർത്ത് പ്രതിഫലത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ആരാധനാ കർമ്മങ്ങളോട് ചേർത്ത് പ്രതിഫലനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അള്ളാഹു നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശായി വൽ മുൻകർ. നിങ്ങളെ നമസ്കാരം നീചവും നികൃഷ്ടവുമായ പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കും. പ്രതിഫലനമാണ്, പ്രതിഫലമല്ല. അക്കിബി സ്വലാത്ത ലിദിക്രി, നിങ്ങൾ നമസ്കരിക്കൂ എന്നെ നിരന്തരമായി ഓർക്കാൻ വേണ്ടി. പ്രതിഫലനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, പ്രതിഫലത്തെക്കുറിച്ചല്ല. നമ്മൾ ഓതി വച്ച ആയത്ത് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ നോമ്പനുഷ്ഠിക്കൂ, നിങ്ങൾ തഖ്വയുള്ളവരാകും. പ്രതിഫലത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, പ്രതിഫലനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. തഖ്വ പരലോകത്തുണ്ടാകേണ്ടതല്ല, തഖ്വ ഇവിടെ ഉണ്ടാകേണ്ടതാണ്. സക്കാത്തിനെ കുറിച്ച് നിങ്ങൾ നോക്കൂ. ഖുദു മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം. അവരിൽ നിന്ന് സക്കാത്ത് പിടിച്ചെടുക്കുക നബിയെ, അതവരെ ശുദ്ധീകരിക്കും. പരലോകത്തല്ല, ഇവിടെ ശുദ്ധീകരിക്കും. ഇതിവിടെ നടക്കേണ്ടതാണ്. നിങ്ങൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ ഒന്ന് എടുത്തു നോക്കൂ. നിങ്ങൾ ഹജ്ജ് എടുത്തു നോക്കൂ, നോമ്പെടുത്തു നോക്കൂ, നമസ്കാരം എടുത്തു നോക്കൂ, സക്കാത്ത് എടുത്തു നോക്കൂ. സക്കാത്തിനെ മാറ്റി നിർത്തിയാൽ ആരാധനാ കർമ്മങ്ങൾ എന്ന് നമ്മൾ പൊതുവെ പറയാറുള്ള ഇതിനെക്കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിന്റെ പരാമർശങ്ങൾ എടുത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ല അതിനോട് ചേർത്ത് അള്ളാഹു പ്രതിഫലത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അവിടെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലനം ഉണ്ടാകണം. അതുകൊണ്ട് ഈ പാടുപെട്ട് നമ്മൾ നോമ്പ് പിടിക്കുമ്പോൾ ഈ പറഞ്ഞ, ഞാൻ ആദ്യം എണ്ണിപ്പറഞ്ഞ ഈ കാര്യങ്ങൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാവണം. ഈ കഷ്ടപ്പാട് പെടുമ്പോൾ, ഈ പെടാപ്പാട് പെടുമ്പോൾ നമുക്കതിന് റിസൾട്ട് ഉണ്ടാകണം. മറ്റൊരു കാരണം, ഇപ്പം ഞാൻ കർമ്മശാസ്ത്രത്തിൻ്റെ കാര്യം, ഖുർആനിൻ്റെ കാര്യം പറഞ്ഞല്ലോ. നമ്മൾ, എൻ്റെ സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ അടിസ്ഥാന പ്രമാണ രേഖ ഖുർആനാണ്. ഈ ഖുർആനിൽ നിന്ന് നമ്മളത് പഠിക്കണം. ഖുർആനിൽ നിന്ന് ആദ്യം പഠിച്ചിട്ട് അതിൻ്റെ വിശദാംശങ്ങൾക്കാണ് നമ്മൾ ബാക്കി ആരെയും സമീപിക്കേണ്ടത്. അതിന് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുന്നതിന് പകരം അവിടുന്ന് ഇങ്ങോട്ടാണ് നമ്മൾ തുടങ്ങുന്നത് മുഴുവൻ. അതാണ് പ്രശ്നം. നമ്മുടെ പാരമ്പര്യ സമീപനം അതാണ്. ഖുർആനിൽ കാണാൻ പറ്റാത്തതിനാണ് പുറത്തന്വേഷിക്കേണ്ടത്. ഖുർആനിൽ കാണാൻ പറ്റാത്തതിനാണ് നമ്മൾ പുറത്തന്വേഷിക്കേണ്ടത്. ഖുർആനിൽ കാണുന്നത് ഖുർആനിൽ നിന്ന് തന്നെ നമ്മൾ പകർത്തണം. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ ഞാൻ സൂചിപ്പിക്കാം. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ആരാധനാ കർമ്മങ്ങൾ തികച്ചും സ്വതന്ത്രമായ കർമ്മങ്ങളാണെന്നാണ്. അല്ല, ആരാധനാ കർമ്മങ്ങൾ റെയിൽപാളം പോലെയല്ല, റെയിൽവേ ട്രാക്ക് പോലെയല്ല ജീവിതവും ആരാധനാ കർമ്മങ്ങളും. നമ്മളിപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന സമീപനം അതാണ്. ജീവിതം ഒരു ട്രാക്ക്, ആരാധനാ കർമ്മങ്ങൾ വേറെ ട്രാക്ക്. ഇങ്ങനെ എവിടെ മുട്ടാതെ ഇങ്ങനെ പോവുകയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കും, വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിപ്പിച്ചു തരുന്നത് അനുഷ്ഠാന കർമ്മങ്ങളും നമ്മുടെ ജീവിതവും
കയറുപോലെ പിരിഞ്ഞാണ് പോകുന്നത്. ജീവിതവും ആരാധനാ കർമ്മവും തമ്മിൽ സ്ട്രോങ്ലി റിലേറ്റഡ് ആണ്, ശക്തമായി ബന്ധിതമാണ്. ജീവിതത്തിൽ നിന്ന് ആരാധനാ കർമ്മങ്ങളെ വേർതിരിക്കാനോ ആരാധനാ കർമ്മങ്ങളിൽ നിന്ന് ജീവിതത്തെ വേർതിരിക്കാനോ നമുക്ക് സാധ്യമല്ല എന്ന് ഞാൻ പറയുന്നതല്ല, സാധ്യമല്ല എന്ന് ആ ആരാധനാ കർമ്മങ്ങളൊന്നും മലയാളീകരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമസ്കാരത്തിന് വേണ്ടി നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആദ്യം പറയുന്നത് തന്നെ അല്ലാഹു അക്ബർ എന്നാണ്. എൻ്റെ ജീവിതത്തിൽ അല്ലാഹുവാണ് വലുത് എന്നാണ് ആദ്യം തന്നെ പറയുന്നത്. ഈ അല്ലാഹുവാണ് വലുത് എന്ന് പറഞ്ഞാൽ അല്ലാഹ് വലിയ സംഭവമാണെന്നുള്ള അർത്ഥത്തിലല്ല. എൻ്റെ ജീവിതത്തിൻ്റെ നയനിലപാടുകളിൽ അല്ലാഹുവിൻ്റെ കൽപ്പനകളാണ് എനിക്ക് വലുത് എന്നാണ് അല്ലാഹു അക്ബറിൻ്റെ ആത്മാവ്. ഇത് ആവർത്തിച്ച് നമ്മൾ പറയുകയാണ്. അറബിയിലായതുകൊണ്ട് നമുക്ക് വേറെ പരിക്കൊന്നുമില്ല, ഇങ്ങനെ പറയാം, പ്രശ്നമൊന്നുമില്ല. രണ്ടാമത്തത് കൈകെട്ടിയിട്ട് നമ്മൾ എന്താ പറയുന്നത്? വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാൻ എൻ്റെ മുഖം നിഷ്കളങ്കമായി നിഷ്കപടമായി വളരെ ഇന്നസെന്റ് ആയിട്ട് നിന്റെ നേരെ തിരിച്ചിരിക്കുന്നു. ആ പറയുന്നതൊക്കെ കനവും തൂക്കമുള്ള വാക്കാണ്. ഇത് മലയാളീകരിച്ച് നമ്മളൊന്ന് നോക്കണം. ഇത് പറയുന്നത് പ്രപഞ്ചനാഥനോടാണെന്നും കൂടി നമ്മൾ ആലോചിക്കണം. ഞാൻ അങ്ങേയറ്റം നിഷ്കളങ്കമായി നിഷ്കപടമായിട്ടാണ് ഞാൻ കൈകെട്ടി നിന്റെ മുമ്പിൽ നിൽക്കുന്നത്, നിന്റെ നേരെ തിരിച്ചിരിക്കുന്നത്. ഞാൻ ഹനീഫൻ മുസ്ലിമൻ. ചെറുപ്പകാലം മുതൽ മദ്രസയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഋജുമാനസനായ മുസ്ലിമാണ് ഞാനെന്ന്. നമുക്കൊക്കെ അത് പറയാനുള്ള അർഹത എത്രത്തോളം ഉണ്ടെന്ന് വേറെ ആലോചിക്കണം. ഋജുമാനസൻ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ഫോർവേഡ്, ഇന്നസെന്റ്, ഒരു കാപട്യവും ഇല്ല, അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതവും എൻ്റെ മരണവും നിനക്കാണ് നാഥ. എൻ്റെ ആരാധനാ കർമ്മങ്ങൾ അടക്കം എൻ്റെ ജീവിതവും എൻ്റെ മരണവും നിനക്കാണ് എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതവും എൻ്റെ മരണവും നിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായിട്ടാണ് ഞാൻ ചെയ്യുക എന്നാണ് എൻ്റെ സഹോദരന്മാർ അതിനർത്ഥം. നിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായിട്ടാണ് ഞാനത് ചെയ്യുക. ഇത് ഒരു ദിവസം ഒരു പ്രാവശ്യമല്ല, ഒരു ദിവസം 5 പ്രാവശ്യം നമ്മളത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഫാത്തിഹയിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മളത് പറയുന്നു, ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. നിനക്ക് മാത്രം ഞാൻ വിധേയപ്പെടുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞാൻ സഹായം ചോദിക്കുകയുള്ളൂ. ഇവിടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ സഹായം ചോദിക്കുകയുള്ളൂ എന്നാണ്. ആ സോഫ്റ്റ്വെയർ ഒന്ന് മാറ്റിയിട്ട് ഞാൻ ഈ പറയുന്ന സോഫ്റ്റ്വെയർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രമേ ഞാൻ വിധേയപ്പെട്ട് ജീവിക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥകൽപ്പന. ശരിക്ക് അതാണ് അതിൻ്റെ അർത്ഥകൽപ്പന. തൊട്ടടുത്ത പ്രാർത്ഥന അത് ചേർന്ന് നിൽക്കുന്ന അതിനോടാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥനയുണ്ട് അതിനകത്ത്. ഇതും അതുമായിട്ട് ബന്ധം ഇങ്ങനെ പറഞ്ഞാലാണ് ബന്ധം ഉണ്ടാവുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പറയുകയും തൊട്ടിപ്പുറ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, എന്നെ നേരായ മാർഗത്തിലൂടെ നയിക്കണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ, നേരായ മാർഗത്തിലൂടെ നയിക്കണമെന്ന് പറയുമ്പോൾ എന്നെ ആരാധിക്കുന്നവനാക്കണമെന്നല്ല പറയുന്നത്. ജീവിതത്തിന്റെ മുഴുവൻ മണ്ഡലങ്ങളിലും നിന്റെ വിധിവിലക്കുകളിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീക്ക് നീ നൽകണമേ തമ്പുരാനെ എന്നാണ് പറയുന്നത്. അതിനോട് ചേർന്ന് നിൽക്കണമെങ്കിൽ ഇയ്യാക നഅ്ബുദു എന്ന എൻ്റെ പ്രതിജ്ഞ നിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായിട്ടേ ഞാൻ ജീവിക്കൂ എന്ന പറച്ചിലാകണം, അല്ലാതെ ആരാധനക്കർഹൻ എന്നായ പോരാ. ഇതൊക്കെ നമ്മൾ നിരന്തരം പറയുകയാണ്. ജീവിതവുമായിട്ടല്ലേ അതിന് ബന്ധം, ജീവിതവുമായിട്ടല്ലേ ഈ പറഞ്ഞതിനെല്ലാം ബന്ധം. നേരെ ചൊവ്വെ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതവുമായി കെട്ടുപിണഞ്ഞാണ് കിടക്കുന്നത്. ഒറ്റ കാര്യം കൂടി ഞാൻ പറയുന്നു, നോമ്പിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? 14 മണിക്കൂർ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് നമ്മൾ ജീവിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് അള്ളാഹുവിനോടുള്ള ഒരു പ്രഖ്യാപനമാണ്. അള്ളാഹുവേ, എൻ്റെ അതിജീവനത്തിന് ആധാരമായ അന്നപാനീയങ്ങൾ നീണ്ട 14 മണിക്കൂർ ഞാൻ ഉപേക്ഷിക്കുകയാണ്. നിന്റെ കൽപ്പന പ്രകാരം മാത്രം, നിന്നെ മാനിച്ചുകൊണ്ട് മാത്രമാണ് 14 മണിക്കൂർ എൻ്റെ അതിജീവനത്തിന് ആധാരമായ അന്നപാനീയങ്ങളും എൻ്റെ ലൈംഗികതയും ഞാൻ ഉപേക്ഷിക്കുന്നത്. ഒരു ദിവസമല്ല റബ്ബേ, നീണ്ട 30 ദിവസം. ഇതിലൂടെ ഞാൻ എന്താണ് പറയുന്നതെന്നറിയാമോ? എനിക്ക് ഏറ്റവും വലുതായത് ഉപേക്ഷിക്കാൻ സന്നദ്ധമായ ഞാൻ ബാക്കിയുള്ള ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ നിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ ഞാനിതാ സന്നദ്ധനാണ് എന്നാണ് പറയുന്നത്. അതൊരു സിംബോളിക് പ്രൊക്ലമേഷനാണെന്ന് മാത്രമേ ഉള്ളൂ, ഒരു പ്രതീകാത്മകമായ പ്രഖ്യാപനം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ അറിയണം, ഇതാണ് നമ്മൾ പറയുന്നതെന്ന്. ഇങ്ങനെ വേണം നമ്മൾ ആരാധനകളെ സമീപിക്കാൻ. അങ്ങനെ ആരാധനകളെ സമീപിച്ചാൽ ജീവിതത്തിൽ ഒരു കുറേ മാറ്റങ്ങൾ ഉണ്ടാകണം. ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. ആരാധനകൾ മാത്രം കൃത്യമായി നിർവഹിച്ച് നടന്നാൽ പോരാ.
അള്ളാഹ് അങ്ങനെ നമ്മളെ ആരാധിക്കുമ്പോഴേക്കും തൃപ്തനാകുന്നവർ അള്ളാഹുവിനെ അല്ല ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. അപ്പം ആത്മപരിശോധനയ്ക്ക് ഏറ്റവും വിലയും മൂല്യവുമുള്ള ഈ റമദാനിൽ തൻ്റെ ജീവിതമെടുത്ത് താനൊന്ന് പരിശോധിക്കണം. തൻ്റെ ആരാധനാകർമ്മങ്ങളും തൻ്റെ ജീവിതവും പാരലലായിട്ടാണോ സഞ്ചരിക്കുന്നത്, അതോ ഇഴചേർന്നാണോ മുന്നോട്ട് പോകുന്നത് എന്നൊന്ന് പരിശോധിക്കണം. എങ്കിലേ ഈ ആരാധനാകർമ്മങ്ങൾ ഫലപ്രദമാകൂ, നാളെ പ്രതിഫലത്തിന് അർഹമാകൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കുന്ന സത്യവിശ്വാസികളുടെ ഗണത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.